ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹോപ്പ് പി എസ് സി. 2025 ജനുവരി 1 പി എസ് സി ബുള്ളറ്റിനിൽ വന്നിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു സെഷനിൽ നമ്മൾ ഏകദേശം 75ഓളം ഫാക്ട്സ് പഠിക്കാൻ പോവാണ്. 2024-25 വർഷങ്ങളിലായിട്ട് പി എസ് സി റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള കറണ്ട് അഫയേഴ്സും ഇതിൽ ഉൾപ്പെടുന്നു. ഫസ്റ്റ് വൺ നോക്കാം. കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പിലാക്കുന്ന സ്വദേശി ദർശൻ 2.0 പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്നും തെരഞ്ഞെടുത്തത് എവിടേക്കാണെന്ന്. 2 സ്ഥലങ്ങളാണ്, കുമരകം, ബേപ്പൂര്. അപ്പൊ സ്വദേശി ദർശൻ എന്ന് പറയുന്നത് കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന്റെ ഒരു പദ്ധതിയാണ് എന്ന് മനസ്സിലാക്കുക. സ്വദേശി ദർശൻ 2.0 പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്ന് സെലക്ട് ചെയ്തത് കുമരകത്തിനെയും ബേപ്പൂരിനെയാണ് എന്ന് ഓർത്ത് വെച്ചേക്കുക. കുമരകം, ബേപ്പൂർ. ഓക്കെ. ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് പെഞ്ച് ടൈഗർ റിസർവ് ആണ്. പെഞ്ച് ടൈഗർ റിസർവ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക്. ഈ പഞ്ച പിടിക്കുന്നതൊക്കെ കുറച്ച് ഡാർക്കാണ്, സീന് ഡാർക്കാണ് എന്നുള്ള രീതിക്ക് ഓർത്ത് വെച്ചേക്കുക. അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് പെഞ്ച് ടൈഗർ റിസർവ് കണക്ട് ചെയ്ത് വെച്ചേക്കുക. മഹാരാഷ്ട്രയിലാണ് പെഞ്ച് ടൈഗർ റിസർവ്. ഇന്ത്യയിൽ ഏറ്റവും നീളമേറിയ കടൽപ്പാലമാണ് അടൽ സേതു. അടൽ കടൽ എന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കുക. അടൽ സേതു കടൽപ്പാലമാണ്. ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലമാണ് അടൽ സേതു. ഓക്കെ. നെക്സ്റ്റ്, അതുകൂടാതെ ഈ അടൽ സേതുവിനെ വിളിക്കുന്ന വേറൊരു പേരും കൂടി ഓർത്ത് വെച്ചേക്കാം. മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് ആണ് അടൽ സേതു. 2024 റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി പുറത്തിറക്കിയ നാണയമാണ് 75 രൂപ നാണയം. വാർഷികത്തിന്റെ ഭാഗമായിട്ടായിരിക്കും 75 രൂപയുടെയാണ് നാണയം പുറത്തിറക്കിയിരിക്കുന്നത്. ഓക്കെ. 2024 ജനുവരിയിൽ രാജസ്ഥാനിൽ നടന്ന ഇന്ത്യ UAE സംയുക്ത സൈനികാഭ്യാസം അറിയപ്പെടുന്ന പേരാണ് ഡെസേർട്ട് സൈക്ലോൺ. ഇതെങ്ങനെ കണക്ട് ചെയ്യാം? UAE എന്ന് പറയുമ്പോൾ ഒരു അറബ് രാജ്യമാണ്. അപ്പൊ അവിടെ കുറെ മരുഭൂമിയൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ ഇന്ത്യയും UAEയും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസം ആയതുകൊണ്ട് തന്നെ അവിടെ അത് ഡെസേർട്ട്, ഈ മരുഭൂമി എന്നുള്ള രീതിക്ക് നമുക്ക് ഓർത്ത് വെച്ചേക്കാം. ഡെസേർട്ട് സൈക്ലോൺ. നെക്സ്റ്റ്, ISRO വിക്ഷേപിച്ച ചെലവ് കുറഞ്ഞ ബഹിരാകാശ പ്ലാറ്റ്ഫോമിന്റെ പേര്. അതാണ് പോയം 3. പോയം 3 എന്ന് പറയുമ്പോൾ അതിനൊരു ഫുൾ ഫോം ഉണ്ട്. PSLV ഓർബിറ്റൽ എക്സ്പെരിമെന്റ് മൊഡ്യൂൾ എന്നുള്ളതാണ് പോയം 3ന്റെ ഫുൾ ഫോം. ISRO വിക്ഷേപിച്ച ചെലവ് കുറഞ്ഞ ബഹിരാകാശ പ്ലാറ്റ്ഫോം ആണ് പോയം 3. ഓക്കെ. നെക്സ്റ്റ് വണ്, ചന്ദ്രയാൻ 3 വിക്രം ലാൻഡർ ചന്ദ്രൻ ഇറങ്ങിയ സ്ഥലത്ത് ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ അംഗീകരിച്ച പേര്. അതെന്താണ്? ശിവശക്തി പോയിന്റ്. PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ശിവശക്തി പോയിന്റ് ഓർത്ത് വെച്ചേക്കുക. ചന്ദ്രയാൻ 3 ഇറങ്ങിയ സ്ഥലത്തിന്റെ പേരാണ് ശിവശക്തി പോയിന്റ്. നെക്സ്റ്റ്, കലിംഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് കിസ് യൂണിവേഴ്സിറ്റി നൽകുന്ന ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരം നേടിയത് ബിൽ ഗേറ്റ്സ് ആണ് കേട്ടോ. ബിൽ ഗേറ്റ്സിനാണ് കലിംഗന്റെ ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് വണ്, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനമാണ് പുഷ്പക്. പുഷ്പക വിമാനം കണക്ട് ചെയ്യുക. വിമാനങ്ങളൊക്കെ എങ്ങനെയാ? ലാൻഡ് ചെയ്യൂലേ, അതായത് പോവുന്ന് തിരിച്ചു വന്ന് ഇറങ്ങുകയും ചെയ്യും. അപ്പം പുഷ്പക വിമാനം നോർത്ത് വെച്ചേക്കുക. അപ്പം വിമാനം പോലെ വിക്ഷേപിക്കാനും തിരിച്ചെത്തിക്കാൻ അടുത്തതിനെ എടുത്തു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും ഒക്കെ പറ്റുന്നതാണ്. മീൻസ് ബഹിരാകാശ വിക്ഷേപണ വാഹനം പിന്നെയും ഉപയോഗിക്കാൻ പറ്റുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനം എന്ന് പുഷ്പകിനെ കണക്ട് ചെയ്ത് വെച്ചേക്കാം. നെക്സ്റ്റ്, സൗരയൂഥത്തിലെ ചിഹ്നഗ്രഹമായ 2005 EX-296 ഏത് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ പേരിലാണ് നാമകരണം ചെയ്തത് എന്നുള്ളതാ ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ പ്രൊഫസർ ജയന്ത് മൂർത്തിയാണ്. പ്രൊഫസർ ജയന്ത് മൂർത്തിയുടെ പേരിൽ ഒരു ചിഹ്നഗ്രഹം ഉണ്ട് എന്ന് ഓർത്ത് വെച്ചേക്കാം. നെക്സ്റ്റ് വണ്, ലക്ഷദ്വീപിലെ മിനിക്കോയിൽ ഇന്ത്യ സ്ഥാപിച്ച പുതിയ നാവികതാവളത്തിന്റെ പേര് ആണ് INS ജഡായു. INS ജഡായു എവിടെയാണ്? മിനിക്കോയിലാണ്. മിനിക്കോയിലാണ് INS ജഡായു. ഇനി ലോക്പാൽ അധ്യക്ഷന്റെ പേരാണ് ഓർത്ത് വെച്ചേക്ക AM ഖാൻവിൽക്കർ ആണ്. മുൻപേ ഈ ഒരു ലോക്പാലിന്റെ അധ്യക്ഷനായിരുന്ന പിനാക്കി ചന്ദ്രഘോഷിനെ ഒരുപാട് വട്ടം PSC നമ്മളോട് ചോദിച്ചതാണ്. അദ്ദേഹം മാറിയിട്ട് ഇപ്പം AM ഖാൻവിൽക്കർ ആണ്. ഓർത്ത് വെച്ചേക്ക പേര് AM ഖാൻവിൽക്കർ ആണ് ലോക്പാലിന്റെ അധ്യക്ഷൻ. ഓക്കെ. നെക്സ്റ്റ്, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ആദ്യ വനിതാ വൈസ് ചാൻസലറിന്റെ പേര് എന്താണ്? നൈമ ഖാത്തൂൻ എന്നാണ്. അപ്പൊ വൈസ് ചാൻസലർ ഓഫ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി നൈമ ഖാത്തൂൻ. നൈമ ഖാത്തൂൻ. ഇതുവരെ അവിടെ ഒരു വനിതാ VC വന്നിട്ടില്ല, അതുകൊണ്ട് പേര് സ്ട്രെസ് ചെയ്ത് ഓർത്ത് വെച്ചേക്കാം. നൈമ ഖാത്തൂൻ, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി. ഓക്കെ. നെക്സ്റ്റ് വൺ,
വോട്ടർ ബോധവൽക്കരണത്തിനും ഇന്ത്യയിൽ വോട്ടർ സാക്ഷരത പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ബോധവൽക്കരണ പരിപാടിയുടെ പേരാണ് സ്വീപ്പ്. സ്വീപ്പ് എന്ന് പറയുമ്പോൾ അതിനൊരു ഫുൾ ഫോം ഉണ്ട്. സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ട്രൽ പാർട്ടിസിപ്പേഷൻ എന്നുള്ളതാണ് ഫുൾ ഫോം. അപ്പോൾ വോട്ടർ ബോധവൽക്കരണത്തിനും വേറെ എന്തിനും വേണ്ടിയിട്ടാ, വോട്ടർ സാക്ഷരത പ്രോത്സാഹിപ്പിക്കാനും വേണ്ടിയിട്ടാണ് സ്വീപ്പ് പദ്ധതി. ഈ ഇലക്ഷനുമായിട്ടും ഇലക്ഷൻ കമ്മീഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആപ്പും റിലേറ്റഡ് പദ്ധതികളും ഒക്കെ PSC ചോദിക്കാറുള്ളതാണ്. അപ്പോൾ സ്വീപ്പ് എന്തുമായി ബന്ധപ്പെട്ടതാണ്, വോട്ടേഴ്സിന്റെ സാക്ഷരതയായിട്ട് ബന്ധപ്പെട്ടതാണ്, പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, നെക്സ്റ്റ് വണ് ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറിന്റെ പേരാണ് രാജീവ് കുമാർ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് രാജീവ് കുമാർ. ഈസ്റ്റ് കാറ്റഗറി സുരക്ഷയ്ക്ക് കീഴിൽ വന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും ഇദ്ദേഹം തന്നെയാണ് എന്ന് ഓർത്ത് വെച്ചേക്കാം. നെക്സ്റ്റ് വണ് ഇന്ത്യൻ നാവികസേനയുടെ 26ാമത് മേധാവിയുടെ പേരാണ് അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി. കരസേന, നാവികസേന ഒക്കെ ഹെഡ് നമ്മളോട് ചോദിക്കാറുള്ളതാണ്. അപ്പം ഇന്ത്യൻ നാവികസേന, നേവിയുടെ 26ാമത്തെ മേധാവിയാണ് അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി. ഓക്കെ, അടുത്തതായി ടൈം മാഗസിന്റെ 2024 ഏറ്റവും സ്വാധീനമുള്ള 100 പേരിൽ ഉൾപ്പെട്ട ഇന്ത്യൻ ബോളിവുഡ് നടിയാണ് ആലിയ ഭട്ട്. ആലിയ ഭട്ടിന്റെ പ്രത്യേകത എന്താ, ടൈം മാഗസിനിലെ 100%ന്റെ അകത്ത് ഉൾപ്പെട്ട ഇന്ത്യയിലെ നടിയാണ് ആലിയ ഭട്ട്. ഓക്കെ, നെക്സ്റ്റ് ലഡാക്കിനെ സംരക്ഷിക്കണമെന്നും സംസ്ഥാന പദവി അനുവദിക്കണമെന്നുമുള്ള ആവശ്യം ഉന്നയിച്ച് നിരാഹാരം അനുഷ്ഠിച്ച സാമൂഹ്യ പരിസ്ഥിതി പ്രവർത്തകനാണ് സോനം വാങ്ചുക്. സോനം വാങ്ചുക് ഏത് സ്ഥലത്തിന് വേണ്ടിയിട്ടാണെന്ന് ഇമ്പോർട്ടൻ്റ് ആണ്, ലഡാക്കിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ലഡാക്കിനെ സംരക്ഷിക്കണം എന്നുള്ള പദവി, അതിന് ഒരു സംസ്ഥാന പദവി അനുവദിക്കണമെന്നും ലഡാക്കിനെ സംരക്ഷിക്കണമെന്നും ഒക്കെ പറഞ്ഞ് നിരാഹാരം ചെയ്ത വ്യക്തിയാണ് സോനം വാങ്ചുക്. ഓക്കെ, അടുത്തത് തീരദേശ സുരക്ഷാ സംവിധാനത്തിന്റെ ഫലപ്രാപ്തി വിലയിരുത്തുന്നതിനായി സാഗർ കവച് 01/24 എന്ന സമുദ്ര സുരക്ഷാ അഭ്യാസം നടന്നത് എവിടെയാണ്? ലക്ഷദ്വീപിലാണ് സാഗർ കവച്. ഈ സാഗർ കവച് എന്ന് പറയുന്നത് തീരദേശ സുരക്ഷാ സംവിധാനത്തിന്റെ ഫലപ്രാപ്തി വിലയിരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സമുദ്ര സുരക്ഷാ അഭ്യാസമാണ്. അപ്പൊ സമുദ്ര സുരക്ഷാ അഭ്യാസത്തിന്റെ പേര് ഓർത്ത് വെച്ചേക്ക, സാഗർ കവച്, ലക്ഷദ്വീപ്. ഓക്കെ, കാൻ ഫിലിം ഫെസ്റ്റിവലിലെ അൺസർട്ടൈൻ റിഗാർഡ് വിഭാഗത്തിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരിയാണ് അനസൂയ സെൻഗുപ്ത. അനസൂയ സെൻഗുപ്ത മികച്ച നടി അൺസർട്ടൈൻ റിഗാർഡ് വിഭാഗത്തിലാണ്. ഇതൊരു ഇന്ത്യക്കാരി ആയതുകൊണ്ട് തന്നെ ഓർത്ത് വെച്ചേക്ക, അനസൂയ സെൻഗുപ്തയ്ക്കാണ് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ അൺസർട്ടൈൻ റിഗാർഡ് വിഭാഗത്തിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം കിട്ടിയത്. ചിത്രത്തിന്റെ പേര് ദ ഷെയിംലെസ് എന്നുള്ളതാണ്. അനസൂയ സെൻഗുപ്ത, ദ ഷെയിംലെസ്. ഓക്കെ, കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രിക്സ് പുരസ്കാരം നേടിയ ഇന്ത്യൻ ചിത്രമാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. ഇതിന്റെ സംവിധായിക പായൽ കപാഡിയ ആണ്. അപ്പൊ പായൽ കപാഡിയ സംവിധായികന്റെ പേരാണ് ഓർത്ത് വെച്ചേക്ക. ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് ഗ്രാൻഡ് പ്രിക്സ് പുരസ്കാരം നേടിയ ഇന്ത്യൻ ചിത്രമാണ് കാൻ ചലച്ചിത്രമേളയിൽ. ഓക്കെ, ഇനി 2024 അന്തരിച്ച ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് രഘുനന്ദൻ കമ്മത്ത്. ഇദ്ദേഹം നാച്ചുറൽസ് ഐസ്ക്രീമിന്റെ സ്ഥാപകനാണ്. അദ്ദേഹമാണ് ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. 2024 അന്തരിച്ചു. നെക്സ്റ്റ്, യുണിസെഫിന്റെ ഇന്ത്യയിലെ അംബാസിഡറായി നിയമിക്കപ്പെട്ട ചലച്ചിത്ര താരമാണ് കരീന കപൂർ. അപ്പൊ കരീന കപൂർ എന്തിന്റെ അംബാസിഡറാണ്? യുണിസെഫിന്റെ ഇന്ത്യയിലെ അംബാസിഡറാണ് കരീന കപൂർ. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ ആളില്ലാ ബോംബർ വിമാനം FWD-200 ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ ആളില്ലാ ബോംബർ വിമാനം FWD-200. നെക്സ്റ്റ്, 2024 ഏപ്രിലിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ദീർഘദൂര ക്രൂയിസ് മിസൈലിന്റെ പേരാണ് നിർഭയ്. നിർഭയ് എന്ന് പറയുന്ന ഒരു ദീർഘദൂര ക്രൂയിസ് മിസൈൽ ഉണ്ട്, ഓർത്ത് വെച്ചേക്ക. അതാണ് ഇന്ത്യ 2024 ഏപ്രിലിൽ പരീക്ഷിച്ച് വിജയിച്ചത്. ഓക്കെ, നിർഭയ് ദീർഘദൂര ക്രൂയിസ് മിസൈലാണ് നിർഭയ്. 2024 വ്യാപകമായി നടക്കുന്ന സൈബർ തട്ടിപ്പുകൾ തടയാനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ വികസിപ്പിച്ച സോഫ്റ്റ്വെയർ ആണ് പ്രതിബിംബ്. പ്രതിബിംബ് എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ സൈബർ ക്രൈമുമായി ബന്ധപ്പെട്ടതാണ്. അത് തടയാൻ വേണ്ടിയിട്ട്, അതായത് സൈബർ തട്ടിപ്പുകൾ തടയാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ വികസിപ്പിച്ച ഒരു സോഫ്റ്റ്വെയർ ആണ് പ്രതിബിംബ്.
അടുത്തതായി പുകയില നിയന്ത്രണത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയി 2024 നിയമിക്കപ്പെട്ട ഇന്ത്യൻ ബാഡ്മിന്റൺ താരമാണ് PV സിന്ധു. അപ്പോൾ പുകയില നിയന്ത്രണത്തിന്റെ ബ്രാൻഡ് അംബാസിഡറാണ് PV സിന്ധു എന്ന് ഓർത്ത് വെച്ചേക്കാം. PV സിന്ധു ബാഡ്മിന്റൺ താരമാണ്. പുകയില നിയന്ത്രണത്തിന്റെ ബ്രാൻഡ് അംബാസിഡറാണ്. ലോകത്തിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര നാവികാഭ്യാസമായ റിംപാക്ക് 24ൽ പങ്കെടുത്ത ഇന്ത്യൻ നാവികസേനാ കപ്പലാണ് INS ശിവാലിക്. ഓർത്ത് വെച്ചേക്കാം, INS ശിവാലിക് ആണ് റിംപാക്ക് 24ൽ പങ്കെടുത്തത്. ഈ റിംപാക്ക് 24 എന്ന് വെച്ചാൽ ഏറ്റവും വലിയ അന്താരാഷ്ട്ര നാവികാഭ്യാസമാണെന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കാം. വേദി അലാസ്ക 2024 വേദി അലാസ്ക. നെക്സ്റ്റ് 2024 10ാമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഇന്ത്യയിലെ മുഖ്യ വേദിയാണ് ശ്രീനഗർ. കഴിഞ്ഞ വർഷം 2024 ജൂൺ 21 യോഗാ ദിനത്തിന്റെ വേദി എവിടെയായിരുന്നു ചോദിച്ചാൽ ശ്രീനഗർ ആണ്. അന്നത്തെ പ്രമേയം യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി എന്നുള്ളതാണ്. യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി. ഓക്കെ, അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് ലോക്സഭാ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഓം ബിർള. ഓം ബിർളേനെ തന്നെയാണ് നെക്സ്റ്റ് ടൈം 18ാം ലോക്സഭയിലും സ്പീക്കറായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഓക്കെ, ലോകത്തിൽ ഏറ്റവും ഉയരം കൂടിയ സ്റ്റീൽ ആർച്ച് റെയിൽ പാലം നിലവിൽ വരുന്നത് റിയാസി ജില്ലയിലാണ്. ഓർത്ത് വെച്ചേക്ക, റിയാസി ജില്ല വെരി ഇമ്പോർട്ടന്റ് ഫാക്റ്റ് ആണ്. ലോകത്തിൽ ഏറ്റവും ഉയരമുള്ളത് റിയാസി ജില്ലയിലാണ്. അപ്പൊ ആർച്ച് റെയിൽ പാലം, ലോകത്തിൽ ഏറ്റവും ഉയരം കൂടിയ സ്റ്റീൽ ആർച്ച് റെയിൽ പാലം നിലവിൽ വരുന്നത് റിയാസി ജില്ലയിലാണ്. ചിനാബ് നദിക്ക് കുറുകെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ റിയാസി ജില്ലയിലാണ് എന്നുള്ളത് ഓർത്ത് വെച്ചേക്ക, റിയാസി ജില്ല. നെക്സ്റ്റ്, ഇന്ത്യക്കുള്ളിൽ പറക്കുന്ന വിമാനങ്ങൾ ഉൾപ്പെടെ ഇന്റർനെറ്റ് ലഭ്യമാക്കാൻ സഹായിക്കുന്ന ഉപഗ്രഹമാണ് GSAT N2 എന്ന് പറയുന്നത്. GSAT N2ന്റെ മറ്റൊരു പേരാണ് GSAT 20. ഇതിന്റെ വിക്ഷേപണ വാഹനം ഫാൽക്കൺ 9 എന്നുള്ളതാണ്. അപ്പം ഇന്ത്യക്കുള്ളിൽ പറക്കുന്ന വിമാനങ്ങളിൽ ഉൾപ്പെടെ ഇന്റർനെറ്റ് ലഭ്യമാക്കാൻ സഹായിക്കുന്ന ഉപഗ്രഹത്തിന്റെ പേര് GSAT N2. GSAT N2ന്റെ വിക്ഷേപണ വാഹനം ഫാൽക്കൺ 9. ഓക്കെ, സെറ്റ്. നെക്സ്റ്റ് 2024 ജൂലൈയിൽ അന്തരിച്ച ജൈവ കൃഷി സംരക്ഷിക്കുന്നതിൽ വലിയ സംഭാവനകൾ നൽകുകയും നാടൻ വിത്തുകൾ സംരക്ഷിക്കുകയും ചെയ്ത ഗോത്ര കർഷക കമല പൂജാരി. ഓർത്ത് വെച്ചേക്ക, കമല പൂജാരി നാടൻ വിത്തുകൾ സംരക്ഷിക്കുകയും ജൈവ കൃഷിയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ഗോത്ര കർഷകയാണ്. ഇങ്ങനെ കണക്ട് ചെയ്യാം. നമുക്ക് പൂജാരി എന്ന് പറയുമ്പോൾ ഒരു അമ്പലത്തിലൊക്കെ ഉള്ള ഒരു പൂജാരി, നമ്മൾ അവിടെ ചെന്നുണ്ടെന്നുണ്ടെങ്കിൽ വിത്തുകളാണ് പ്രസാദത്തിനൊക്കെ പകരം തരിക എന്നൊക്കെ പേരൊന്ന് വെറുതെ അവിടെ ജസ്റ്റ് കണക്ട് ചെയ്ത് വെച്ചേക്കാം. നെക്സ്റ്റ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യത്തെ ചരക്ക് കപ്പലിന്റെ പേരാണ് സാൻ ഫെർണാണ്ടോ. നമ്മളോട് ചെറു കപ്പൽ ഒരുപാട് വട്ടം ചോദിച്ചു. ഷാൻഹുവ 15 നമ്മൾ ആൻസർ എഴുതിയതാണ്. അപ്പൊ അതുപോലെ നമ്മളോട് ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് ചരക്ക് കപ്പൽ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യത്തെ ചരക്ക് കപ്പലാണ് സാൻ ഫെർണാണ്ടോ. ഓക്കെ, നെക്സ്റ്റ് 2024 ഹാലോ ഓർബിറ്റൽ ആദ്യ ഭ്രമണം പൂർത്തിയാക്കിയ ഇന്ത്യയുടെ സൗര അഭ്യാസം ആദിത്യ L1. ഈ ആദിത്യ L1 ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല എന്ന് പറയുന്ന പോലെയാണ് 2024 ചെറപറ ക്വസ്റ്റ്യൻ ചോദിച്ചതാണ് ആദിത്യ L1നെ കുറിച്ചിട്ട്. അപ്പൊ ഈ പോയിന്റ് കൂടി ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്ത് വെച്ചേക്കാം. 2024 ഹാലോ ഓർബിറ്റൽ എത്തിയ ആദ്യ ഭ്രമണം പൂർത്തിയാക്കിയ ഇന്ത്യയുടെ സൗരാഭ്യാസമാണ് ആദിത്യ L1. ഓക്കെ, ഇന്ത്യയുടെ 30ാമത് കരസേനാ മേധാവിയായി ചുമതലയേറ്റത് ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയാണ്. ഉപേന്ദ്ര ദ്വിവേദി കരസേനാ മേധാവി. അപ്പം ഇവിടെ എങ്ങനെ കണക്ട് ചെയ്യുക? ദ്വിവേദി എന്ന് പറയുമ്പോൾ 2 വേദി ഉണ്ട്. 2 വേദിയും കരയിലാണ് എന്ന് അങ്ങോട്ട് വിചാരിച്ചേക്കാം. അപ്പൊ 2 വേദിയും കരയിലാണ്. അപ്പൊ ദ്വിവേദി കരസേനയിലാണ്. അപ്പം ഇന്ത്യയുടെ 30ാമത് കരസേനാ മേധാവിന്റെ പേരെന്താണ്? ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ഓക്കെ, നെക്സ്റ്റ് ISRO നാസയുമായി ചേർന്ന് തയ്യാറാക്കുന്ന റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് പേടകമാണ് നിസാർ. നിസാർ എന്ന് പറയുമ്പോൾ നാസയും ഉണ്ട്, ISROന്റെ ISഉം Rഉം ഒക്കെ ഉണ്ട്. അപ്പൊ ആ പേര് ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചേക്കാം. ISRO നാസയുമായി ചേർന്ന് തയ്യാറാക്കുന്ന റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് ആണ് നിസാർ. നിസാർ. ഓക്കെ, അടുത്തതായി ഇന്ത്യയിലെ ആദ്യത്തെ 3D പ്രിന്റഡ് സ്കൂൾ നിലവിൽ വരുന്നത് എവിടെയാണ്? അത് അരുണാചൽ പ്രദേശിലെ ഇറ്റാനഗറിലാണ്. സ്കൂളിന്റെ പേര് പാച്ചിൻ സർക്കാർ സെക്കൻഡറി സ്കൂൾ. പാച്ചിൻ സർക്കാർ സെക്കൻഡറി സ്കൂളാണ്. അരുണാചൽ പ്രദേശിലെ ഇറ്റാനഗറിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ 3D പ്രിന്റഡ് സ്കൂളാണ് പാച്ചിൻ സർക്കാർ സെക്കൻഡറി സ്കൂൾ. ഓക്കെ, നെക്സ്റ്റ് അടുത്തിടെ അന്തരിച്ച വിഖ്യാത ഭരതനാട്യം കുച്ചിപ്പുടി നർത്തകിയാണ് യാമിനി കൃഷ്ണമൂർത്തി. വെരി ഇമ്പോർട്ടന്റ്. അദ്ദേഹത്തിന്റെ എ പാഷൻ ഫോർ ഡാൻസ് എന്ന് പറയുന്ന ആത്മകഥ കൂടി കണക്ട് ചെയ്ത് വെച്ചേക്കാം. ഇവരാണ് കുച്ചിപ്പുടി
ഭരതനാട്യം നർത്തകി. അടുത്തിടെ അന്തരിച്ച വിഖ്യാത ഭരതനാട്യം കുച്ചിപ്പുടി നർത്തകീന്റെ പേരാണ് യാമിനി കൃഷ്ണമൂർത്തി. ആത്മകഥ എ പേഷൻ ഫോർ ഡാൻസ്. എ പേഷൻ ഫോർ ഡാൻസ്. ഓക്കെ. 2024 ഓഗസ്റ്റിൽ അന്തരിച്ച പശ്ചിമ ബംഗാളിന്റെ മുൻ മുഖ്യമന്ത്രിയാണ് ബുദ്ധദേവ് ഭട്ടാചാര്യ. ബുദ്ധദേവ് ഭട്ടാചാര്യ വെസ്റ്റ് ബംഗാളിന്റെ മുൻ മുഖ്യമന്ത്രിയാണ്. 2024 ഓഗസ്റ്റിലാണ് അന്തരിച്ചത്. അടുത്തത് ISRO നാസ സംയുക്ത സംരംഭമായ ആക്സിയം മിഷൻ 4ന്റെ ബഹിരാകാശ യാത്രയുടെ ഭാഗമാകുന്ന ഇന്ത്യക്കാരൻ ശുഭാംശു ശുക്ല. ശുഭാംശു ശുക്ലയാണ് ആക്സിയം മിഷൻ 4ന്റെ ഭാഗമാകുന്നത്. നാസയുമായി സംയുക്തമായിട്ടാണ് ISRO ഈ ഒരു മിഷൻ സംഘടിപ്പിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് പോകുന്നത് ശുഭാംശു ശുക്ലയാണെന്ന് ഓർത്ത് വെച്ചേക്കാം. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 പോയിന്റ്സ് ആണ് ഇവിടെ ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര് ഗണതന്ത്ര മണ്ഡപ്. ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ദർബാർ ഹാളിന്റെ പുതിയ പേരാണ് ഗണതന്ത്ര മണ്ഡപ്. ആ ഗണതന്ത്ര എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? റിപ്പബ്ലിക് എന്നുള്ളതാണ് കേട്ടോ. റിപ്പബ്ലിക് എന്നുള്ളതാണ്. പിന്നെ രാഷ്ട്രപതി ഭവനിലെ അശോക് ഹാളിന്റെ പുതിയ പേരാണ് അശോക് മണ്ഡപ്. ആ പേരിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, അതുകൊണ്ട് അത് കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ദർബാർ ഹാള് ഓർത്ത് വെച്ചേക്കുക ഗണതന്ത്ര മണ്ഡപ്. ഗണതന്ത്ര എന്നുള്ളതിന്റെ വാക്കിന്റെ മീനിങ് റിപ്പബ്ലിക്. ഓക്കെ, സെറ്റ്. നെക്സ്റ്റ് വണ്, അരവിന്ദ് കെജ്രിവാൾ രാജിവെച്ചതിനെ തുടർന്ന് ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് അതിഷി മർലേന സിംഗ്. അതിഷി മർലേന സിംഗ് ഓർത്ത് വെച്ചേക്ക അരവിന്ദ് കെജ്രിവാളിന് പകരം വന്നിരിക്കുന്ന ആളാണ്. ഓക്കെ. അടുത്തത്, ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് യുദ്ധവിമാനം പറത്തുന്ന ആദ്യ വനിതാ പൈലറ്റ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മോഹന സിംഗ്. മോഹന സിംഗ് ആണ് തേജസ് യുദ്ധവിമാനം പറത്തുന്ന ആദ്യത്തെ വനിതാ പൈലറ്റ്. ഓക്കെ. അടുത്തത്, 2024 സെപ്റ്റംബറിൽ അന്തരിച്ച CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. സീതാറാം യെച്ചൂരിയാണ് 2024 സെപ്റ്റംബറിൽ അന്തരിച്ച CPM ജനറൽ സെക്രട്ടറി. നെക്സ്റ്റ്, 2024 സെപ്റ്റംബറിൽ അന്തരിച്ച ഏഷ്യൻ സിനിമയുടെ അമ്മ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് അരുണ വാസുദേവ്. ഈ അരുണ വാസുദേവ് ഒരു ചലച്ചിത്ര നിരൂപകയാണ്. ഇവരെ എന്താന്നാ പറയുന്നത്? ഏഷ്യൻ സിനിമയുടെ അമ്മ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ. അടുത്തിടെ കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിയാണ് INS അരിഘാത്. രണ്ടാമത്തെ ആണ് INS അരിഘാത്. ഓക്കെ. അടുത്തിടെ കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിയാണ് INS അരിഘാത്. ഓക്കെ. നെക്സ്റ്റ് ആണ്, അമേരിക്കയിലെ ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ 2024 ഏറ്റവും മികച്ച കേന്ദ്ര ബാങ്ക് മേധാവിയായി തുടർച്ചയായി 2ാം വർഷവും തെരഞ്ഞെടുത്തത് ശക്തി കാന്തദാസിനെയാണ്. ശക്തി കാന്തദാസ് അല്ല, ഇപ്പൊ മാറി വന്നിട്ടുണ്ട്. RBI മുൻ ഗവർണറാണ് ശക്തി കാന്തദാസ്. ഇപ്പൊ ആരാണ് RBIയുടെ ഗവർണർ? സഞ്ജയ് മൽഹോത്ര. സഞ്ജയ് മൽഹോത്രയാണ് ഇപ്പോഴുള്ള RBI ഗവർണർ. അപ്പൊ മുൻ RBI ഗവർണർ ആയിരുന്ന ശക്തി കാന്തദാസിനെയാണ് അമേരിക്കയിലെ ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ 2024 ഏറ്റവും മികച്ച കേന്ദ്ര ബാങ്ക് മേധാവിയായി തുടർച്ചയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഓക്കെ. അടുത്തത്, ഓസ്ട്രേലിയയിൽ മന്ത്രിയാകുന്ന ആദ്യ ഇന്ത്യക്കാരൻ ജിൻസൺ ആൻഡോ ചാൾസ്. ജിൻസൺ ആൻഡോ ചാൾസ് ആണ് ഓസ്ട്രേലിയയിൽ മന്ത്രിയാകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ. അടുത്തതായി 2024 നവംബറിൽ അന്തരിച്ച സത്യജിത് റേയുടെ പതർ പാഞ്ചാലിയിലെ ദുർഗ എന്ന കുട്ടിയെ അവതരിപ്പിച്ച ബംഗാളി നടി ഉമാദാസ് ഗുപ്ത. ഉമാദാസ് ഗുപ്തയാണ് ദുർഗ എന്ന കുട്ടീനെ അവതരിപ്പിച്ചത് കേട്ടോ. പതർ പാഞ്ചാലി എന്നുള്ള മൂവിയിൽ ദുർഗ എന്ന കുട്ടിയെ അവതരിപ്പിച്ചത് ഉമാദാസ് ഗുപ്ത. അവർ 2024 നവംബറിൽ അന്തരിക്കുകയുണ്ടായി. പിന്നെ 2024 ഇന്ത്യൻ സുപ്രീം കോടതിയുടെ പുതിയ പതാകയും ചിഹ്നവും അനാച്ഛാദനം ചെയ്തത് ദ്രൗപദി മുർമു ആണ്. പതാകയുടെ നിറം നീലയാണ്. പതാകയുടെ നിറം ഓർത്ത് വെച്ചേക്കാൻ നീലയാണ്. പിന്നെ അനാച്ഛാദനം ചെയ്തത് സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ ഒരു വലിയ കാര്യമല്ലേ. അന്നപ്പം ഇന്ത്യൻ പ്രസിഡന്റ് ആയിരിക്കും. അപ്പൊ ഇന്ത്യൻ സുപ്രീം കോടതിയുടെ പുതിയ പതാകയും ചിഹ്നവും അനാച്ഛാദനം ചെയ്തത് ദ്രൗപദി മുർമു. പതാകയുടെ നിറം നീലയാണ്. ഓക്കെ. വിയറ്റ്നാം ഇന്ത്യ ഉഭയകക്ഷി സൈനിക അഭ്യാസം വിൻബാക്സ് 2024
വേദി ഹരിയാന. വിൻബാക്സ് എന്ന് പറയുന്ന അപ്പൊ ആ വി അതിൽ തന്നെ ഉണ്ട് അല്ലെ, വിയറ്റ്നാമിന്റെ വി ആണ് വിൻബാക്സ് ഉള്ളത്, അപ്പൊ ഇന്ത്യന്റെ INU ആണ്. അപ്പൊ വിൻബാക്സ് 2024 വേദി ഹരിയാന ഓർത്ത് വെച്ചേക്കാം. നെക്സ്റ്റ്, പുതിയ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് കർണാടക. കർണാടകയിലാണ് അപ്പൊ ഏറ്റവും കൂടുതൽ തേങ്ങ ഉൽപ്പാദിപ്പിക്കുന്നത്. കേരളത്തിന് അതിൽ 3-ാം സ്ഥാനമാണ് ഉള്ളത്, ഓർത്ത് വെച്ചേക്കാം. അടുത്തത്, ഏറ്റവും കൂടുതൽ നാളികേര ഉൽപാദനമുള്ള രാജ്യം ഇന്തോനേഷ്യയാണ്. രാജ്യങ്ങളിൽ ഫസ്റ്റ് ഇന്തോനേഷ്യയാണ്, സെക്കൻഡ് ഫിലിപ്പീൻസ്, ഇന്ത്യ തേർഡ് പൊസിഷനിലാണ്. അതുപോലെ കേരളവും 3-ാം സ്ഥാനത്താണ്, ഇന്ത്യയും 3-ാം സ്ഥാനത്താണ്. ഓക്കെ. അടുത്തത്, ഇന്ത്യയുടെ 51ാമത് ചീഫ് ജസ്റ്റിസ് ആയി ചുമതലയേറ്റത് വെരി ഇമ്പോർട്ടൻറ്റ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ആണ്. ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ് ഇന്ത്യയുടെ 51ാമത് ചീഫ് ജസ്റ്റിസ്. മാറിപ്പോവരുതാത്ത ഒരു കാര്യമുണ്ട്, എന്താന്ന് വെച്ചാൽ RBI ഗവർണർ ഇപ്പം സഞ്ജയ് മൽഹോത്രയാണ്. സഞ്ജീവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. സഞ്ജയ് മൽഹോത്ര RBI ഗവർണറാണ്, എന്നാൽ സഞ്ജീവ് ഖന്ന ആണെന്നുണ്ടെങ്കിൽ അത് ചീഫ് ജസ്റ്റിസ് ആണ്. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്, സായുധ സേനകളുടെ മെഡിക്കൽ സർവീസ് ഡയറക്ടർ ജനറലായി നിയമിതയായ ആദ്യ വനിത ആരതി സരിൻ ആണ്. ആരതി സരിൻ ആണ് സായുധ സേനയുടെ മെഡിക്കൽ സർവീസ് ഡയറക്ടർ ജനറൽ. ഓക്കെ, ഇങ്ങനെ ആവുന്ന ഒരു ആദ്യത്തെ വനിതയാണ് ആരതി സരിൻ, അതുകൊണ്ട് പേര് നോട്ട് ചെയ്ത് വെച്ചേക്കാം. നെക്സ്റ്റ്, 2024 അന്തരിച്ച പണ്ഡിറ്റ് രാം നാരായൺ ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സാരംഗി. വെരി ഇമ്പോർട്ടന്റ്. രാം നാരായൺ എന്ന് പറയുന്ന ആള് സാരംഗിയിൽ വിദഗ്ധനാണ്. സാരംഗി, രാം നാരായൺ ഓർത്ത് വെച്ചേക്ക. 2024 അന്തരിച്ച പണ്ഡിറ്റ് രാം നാരായൺ സാരംഗി. ഓക്കെ. അടുത്ത്, ഈ അടുത്തിടെ അന്തരിച്ച ഏത് എഴുത്തുകാരനാണ് വിവിധ ഭാഷകളിൽ നിന്നും 107 കൃതികൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത്? MP സദാശിവൻ. MP സദാശിവൻ ഒരു വിവർത്തകനായിരുന്നു. 107 കൃതികൾ അദ്ദേഹം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് വിവിധ ഭാഷകളിൽ നിന്ന്. ഓക്കെ. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ വിജയകിഷോർ രഹത്കർ നമ്മളെ രേഖാ ശർമ്മയ്ക്ക് പകരം വന്നതാണ്. ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷയാണ്, ഓർത്ത് വെച്ചേക്ക, വിജയകിഷോർ രഹത്കർ. അടുത്തത്, പുതിയ വ്യോമസേനാ മേധാവിയുടെ പേരാണ് എയർ മാർഷൽ അമർപ്രീത് സിംഗ്. നമ്മൾ നേരത്തെ നാവികസേനാ മേധാവി പഠിച്ചു, ദിനേശ് കുമാർ ത്രിപാഠി. അതുപോലെ പുതിയ വ്യോമസേനാ മേധാവിയാണ് എയർ മാർഷൽ അമർപ്രീത് സിംഗ്. കരസേന നേരത്തെ നമ്മൾ പഠിച്ചു, ഉപേന്ദ്ര ദ്വിവേദി. ഒക്കെ 1-3 നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ. അടുത്തത്, മനുഷ്യാവകാശ കമ്മീഷന്റെ പുതിയ ചെയർമാൻ ആണ് വി രാമസുബ്രഹ്മണ്യം. വി രാമസുബ്രഹ്മണ്യം 9ാമത് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആണ്, വി രാമസുബ്രഹ്മണ്യം. ഓക്കെ. നെക്സ്റ്റ്, മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് ആണ്. അതേപോലെ ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയാണ്. മഹാരാഷ്ട്ര ദേവേന്ദ്ര ഫഡ്നാവിസ്, ഹരിയാന നയാബ് സിംഗ് സൈനി. ഹരിയാന എന്ന് പറയുമ്പോൾ ഹരിയാന നയാബ് സിംഗ് സൈനി. ഓക്കെ, നാക്കൊരു ഉച്ചാരണം കൂടുതലാണ്, അപ്പൊ ഹരിയാന നയാബ് സിംഗ് സൈനി കണക്ട് ചെയ്ത് വെച്ചേക്കാം. മഹാരാഷ്ട്ര ദേവേന്ദ്ര ഫഡ്നാവിസ്. ഓക്കെ. അടുത്തത്, പ്രത്യേക പദവി റദ്ദാക്കിയ ശേഷമുള്ള ജമ്മു കാശ്മീരിലെ ആദ്യ മുഖ്യമന്ത്രിയാണ് ഒമർ അബ്ദുള്ള. വെരി ഇമ്പോർട്ടന്റ്, നമ്മൾ ജമ്മു കാശ്മീരിന്റെ പേര് ഓർക്കുമ്പോൾ ഒമർ അബ്ദുള്ള ഓർത്ത് വെച്ചേക്കണം. ഇപ്പം മാത്രമല്ല, ഓൾവേസ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു GK ഫാക്ട് ആയിരിക്കും ഒമർ അബ്ദുള്ള. പ്രത്യേക പദവി റദ്ദാക്കിയതിനു ശേഷം ആദ്യമായിട്ട് ജമ്മു കാശ്മീരിൽ മുഖ്യമന്ത്രി വന്നതാണ് ഒമർ അബ്ദുള്ള എന്നാണ് അവരുടെ പേര്. ഓക്കെ. നെക്സ്റ്റ്, 2024 ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത തബല വിദ്വാനാണ് സക്കീർ ഹുസൈൻ. സക്കീർ ഹുസൈൻ നമ്മൾ ഓർക്കാത്ത പേരല്ല അല്ലേ, തബല വിദഗ്ധനാണ്. 2024 ഡിസംബറിൽ അന്തരിച്ചു സക്കീർ ഹുസൈൻ, ഓർത്ത് വെച്ചേക്ക. വെരി ഇമ്പോർട്ടന്റ്. നെക്സ്റ്റ്, 2024 ഡിസംബറിൽ അന്തരിച്ച വിഖ്യാത ചലച്ചിത്ര സംവിധായകനാണ് ശ്യാം ബെനഗൽ. ശ്യാം ബെനഗൽ ഒരുപാട് മൂവി നമ്മൾ ഹിസ്റ്ററിയിൽ പഠിക്കുന്നതാണ്. ഈ മേക്കിംഗ് ഓഫ് മഹാത്മാ, അങ്ങനെ പല മൂവീസ് സംവിധാനം ചെയ്തിട്ടുള്ള ആളാണ്. വെരി ഇമ്പോർട്ടന്റ് പേഴ്സണാലിറ്റി ആണ് ശ്യാം ബെനഗൽ. 2005 ഫാൽക്കെ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്, അതും കണക്ട് ചെയ്ത് വെച്ചേക്കാം. 2024 ഡിസംബറിലാണ് ശ്യാം ബെനഗൽ അന്തരിക്കുന്നത്. നെക്സ്റ്റ്, 2024 ഡിസംബറിൽ ഇന്ത്യ സന്ദർശിച്ച ശ്രീലങ്കൻ പ്രസിഡന്റ് ആണ് അനുര കുമാര ദിസനായകെ. അപ്പം ശ്രീലങ്കൻ പ്രസിഡന്റിന്റെ പേര് അനുര കുമാര ദിസനായകെ. ഓക്കെ.
പ്രസിഡന്റ് ആണ്, പ്രസിഡന്റ്. നെക്സ്റ്റ്, രാജ്യത്തെ ആദ്യത്തെ രാത്രി സഫാരി പാർക്ക് നിലവിൽ വന്നത് ലഖ്നൌവിലാണ് രാത്രി സഫാരി പാർക്ക് നിലവിൽ വന്നത്. കുക്രായിൽ സംരക്ഷിത വനമേഖലയിലാണ് ഈ ഒരു രാത്രി സഫാരി പാർക്ക് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യ ആണ്. ഓക്കെ, കറന്റ്ലി ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയിലാണ്. ഓക്കെ, ഉത്തർപ്രദേശ് ആണ് സംസ്ഥാനങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത്. അടുത്തിടെ അന്തരിച്ച പ്രകൃതി സംരക്ഷണത്തിനായി ജീവിതം ഒഴിഞ്ഞുവെക്കുകയും സസ്യങ്ങളുടെ വിജ്ഞാനകോശം എന്നറിയപ്പെടുകയും ചെയ്ത പത്മശ്രീ ജേതാവ് തുളസി ഗൗഡ. വെരി ഇമ്പോർട്ടൻറ്റ്, സസ്യങ്ങളുടെ എൻസൈക്ലോപീഡിയ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഇദ്ദേഹം, തുളസി ഗൗഡ. പത്മശ്രീ ജേതാവും ആണ്. ഓക്കെ, പിന്നെ വരുന്നത് ടാറ്റ ട്രസ്റ്റിന്റെ പുതിയ ചെയർമാൻ നോയൽ ടാറ്റ. ടാറ്റ ട്രസ്റ്റിന്റെ പുതിയ ചെയർമാനാണ് നോയൽ ടാറ്റ. അടുത്തതായി 2024 ഡിസംബർ 26 അന്തരിച്ച ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയുടെ പേര് ഡോക്ടർ മൻമോഹൻ സിംഗ്. ഡോക്ടർ മൻമോഹൻ സിംഗ് സാമ്പത്തിക വിദഗ്ധനാണ്, എക്കണോമിസ്റ്റ്, പിന്നെ RBI ഗവർണറാണ്, ധനമന്ത്രിയായിട്ട് പദവി വഹിച്ചിട്ടുള്ള ഒരുപാട് അങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് പദവികൾ വഹിച്ചിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ, ഏകദേശം 10 മിനിറ്റിനുള്ളിലുള്ള ഒരു വീഡിയോ നമ്മൾ മുന്നേ വീഡിയോയിൽ ചാനലിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് പറ്റുവാച്ചാൽ ഒന്ന് കണ്ടേക്കണേ ഫ്രണ്ട്സ്. അപ്പം അടുത്ത പോയിന്റ്, RBIയുടെ 2024 ഏറ്റവും സ്വാധീനം ചെലുത്തിയ 100 വനിതകളുടെ പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യക്കാര് 3 പേരാണുള്ളത്. വിനേഷ് ഫോഗട്ട്, പൂജ ശർമ്മ, അരുണ റായ്. ഈ 3 പേരും BBC-യുടെ 100 വനിതകളുടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള ഇന്ത്യക്കാരാണ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഈ ഒരു PSC ബുള്ളറ്റിൽ നിന്ന് ബോക്സിലുള്ള ഫാക്ട്സ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെച്ചേക്കേണ്ട കാര്യങ്ങളാണ്. 2025 നടക്കാൻ പോകുന്ന ഈ നെക്സ്റ്റ് ആയിട്ടൊക്കെ നടക്കാൻ പോകുന്ന ഒരുവിധ എക്സാംസിലൊക്കെ ഇതിലത്തെ ഫാക്ട്സ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാനും ചാൻസ് ഉണ്ട്. കാരണം PSC 2024-25 സ്ഥിരമായി റിപ്പീറ്റ് ചെയ്യുന്ന കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ. അതൊക്കെ നമ്മളിവിടെ കുറച്ച് മാക്സിമം പറ്റുന്ന പോലെ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പം ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ PSC പഠിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കാനും, പിന്നെ എന്തെങ്കിലും സജഷൻസോ കൂടുതൽ എക്സ്ട്രാ ഫാക്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും ശ്രദ്ധിക്കണേ ഫ്രണ്ട്സ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.